സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് ഗിദെയോനോട് പറഞ്ഞപ്പോൾ ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെയുണ്ട് എങ്കിൽ നമുക്ക് ഇതൊക്കെ എന്തുകൊണ്ട് ഭവിക്കുന്നു? പിന്നെ വെറുതെ പറയുകയല്ലേ, ദൈവം ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനാണ് പിന്നെ അടിമകളായിട്ട് ജീവിക്കുന്നത്? ഞങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്നു? എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുന്നു? എന്തുകൊണ്ട് ഞങ്ങൾ ഇത്രമാത്രം കഷ്ടത അനുഭവിക്കുന്നു? കഴിക്കാനുള്ള ഭക്ഷണം പോലും ഇല്ലാതെ ഞങ്ങൾ എന്തുകൊണ്ട് ഇത്രമാത്രം ബുദ്ധിമുട്ടുന്നു? ഇത്ര ഹീനമായ പരിസ്ഥിതി ഞങ്ങൾ എന്തുകൊണ്ടാണ് ജീവിക്കേണ്ടി വന്നിരിക്കുന്നത്? ദൈവം ഞങ്ങൾക്ക് എവിടെയാണ് കൂടെയുള്ളത്? പണ്ട് കാലങ്ങളിൽ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ അവർക്ക് എന്തെങ്കിലും കഷ്ടത വരികയാണെന്ന് വെച്ചു, അവരുടെ വായിൽ നിന്ന് ആദ്യം വരുന്ന കാര്യം എന്താണെന്നറിയാമോ? ദൈവമേ, ഇതിനൊക്കെ പാവം ഞാൻ എന്തു ചെയ്തോ എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ എന്താണ് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവനെനിക്കെതിരെ എന്തെങ്കിലും കൂടോത്രം ചെയ്തു കാണും, എനിക്കെതിരെ എന്തെങ്കിലും മന്ത്രപ്പണി ചെയ്തു കാണും. നീ ചെയ്ത പാപം കൊണ്ടല്ലെന്നാണ്, വേറെ ആരോ നിനക്കെന്തോ ചെയ്തിരിക്കുകയാണെന്ന്. എന്നാൽ യഥാർത്ഥമായ സംഗതി എന്താണ്? എപ്പോഴെങ്കിലും നമുക്കൊരു കഷ്ടത വരുമ്പോൾ, ഒരു നഷ്ടം സംഭവിക്കുന്ന സമയത്ത് നാം എന്താണ് ഞാൻ പാപം ചെയ്തിരിക്കുന്നത്, എന്തു തെറ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവം എന്നെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്? ദൈവം എപ്പോഴും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നവനാണ്, എന്നാൽ നിന്റെ പാപത്തെ അവൻ സ്നേഹിക്കില്ല. നീ എന്ന് വെച്ചാൽ അവന് ജീവനാണ്, മരിക്കാൻ പോലും അവൻ നമുക്ക് വേണ്ടി പ്രാണൻ തന്ന ദൈവമാണ്. എന്നാൽ നിന്റെ പാപത്തെ മാത്രം അവൻ സ്നേഹിക്കുകയില്ല. പാപം പിടിച്ചുകൊണ്ട് കർത്താവേ നീ എൻ്റെ കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ വിശുദ്ധനായ ദൈവം നമ്മോട് കൂടെ അപ്പോൾ ഇരിക്കില്ല. ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ബുദ്ധിമുട്ട് വന്നു? ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഈ നഷ്ടം വന്നു? ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഈ രോഗം വന്നു? ഞങ്ങൾക്ക് എന്തുകൊണ്ട് വന്നു ഇത്തരത്തിലുള്ള അപമാനങ്ങൾ, ഇങ്ങനെയുള്ളതായ നിന്ദകൾ എന്നുള്ള തോന്നൽ വരുമ്പോൾ നിങ്ങൾ ഉടൻ തന്നെ മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുക. അതിനൊരിക്കലും നിങ്ങൾ താമസം വയ്ക്കരുത്. കഷ്ടതയിൽ അകപ്പെട്ടു പോകുന്നത് വരെ, നശിച്ചു പോകുന്നത് വരെ നിങ്ങൾ നിൽക്കരുത്. ഉടൻ തന്നെ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കൂ. എന്നെ കർത്താവ് ഉപേക്ഷിച്ച് കളഞ്ഞോ? എനിക്ക് സമാധാനം പോയിരിക്കുന്നു, എനിക്ക് വിശ്വാസം കുറഞ്ഞു, എനിക്ക് ദൈവിക ദർശനത്തിന് പകരം പിശാചിന്റെ ദർശനമാണ് വരുന്നത്, എനിക്ക് ഭയമുണ്ടാകുന്നു, സന്തോഷമുണ്ടാകുന്നില്ല. ഉടൻ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുക എന്താണെന്ന്. ഗിദെയോൻ ഇപ്രകാരം പറഞ്ഞു. വീണ്ടും ഗിദെയോനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം. യജമാനനെ, യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. പിന്നീട് പറയുകയാണ്, യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാനിയരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്താണ് അവൻ പറഞ്ഞത്? ഞങ്ങളെ ദൈവം ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു, ഞങ്ങളെ മിദ്യാന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ ദൈവം ഉപേക്ഷിച്ചതല്ല, ഇവർ തന്നെയാണ് ദൈവത്തെ ഉപേക്ഷിച്ചു കളഞ്ഞത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നു എങ്കിൽ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഏത് ആയുധവും ഫലിക്കുകയില്ല. നിന്നിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ തെറ്റുകളെ നമുക്ക് ബോധിപ്പിച്ചു തരും. നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും നമുക്ക് ബോധിപ്പിച്ചു തരും. നീ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റ് 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 എന്ന് പരിശുദ്ധാത്മാവ് ബോധിപ്പിച്ചു തരുമ്പോൾ, നീ ദൈവത്തിൻ്റെ വാക്കിന്, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാതെ നിനക്കിഷ്ടമുള്ളതുപോലെ നീ ചെയ്യുന്ന സമയത്ത് അവൻ ദുഃഖിക്കാനിടയാകും. അവൻ പറയും, നീ വീണുപോകും 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 എന്ന് പറയുമ്പോൾ നീ അത് കേൾക്കാതെ ഓടിപ്പോവുക തന്നെയാണെങ്കിൽ എന്തു പറ്റും? വീണുപോകാനിടയാകും, നീ വീണുപോകും. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയും, ഞാൻ പറഞ്ഞിട്ടും അവൻ കേട്ടില്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കും. ആത്മാവിനെ കെടുത്തിക്കളയരുത് എന്ന് വചനം പറയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം വച്ചിരിക്കുന്ന പ്രകാശമാണ്. ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പാപത്തിൽ ജീവിക്കുന്നവർക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അവർ പ്രാർത്ഥിക്കുകയില്ല, സഭയിൽ വരില്ല, പാപത്തിലേക്ക് മുങ്ങിപ്പോവുകയാണ്, മദ്യപാനത്തിൽ കൂടിക്കൊണ്ടേയിരിക്കുന്നു, വീണ്ടും പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, മദ്യപാനത്തിന് അടിമയായിരിക്കുന്നു. എങ്ങനെ തൃപ്തി പ്രാപിക്കാമെന്ന് വിചാരിച്ച് വീണ്ടും പാപത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അവൻ ഞങ്ങളെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന് ഗിദെയോൻ പറഞ്ഞപ്പോൾ യഹോവ ഇപ്രകാരം, അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ്, നീ ഈ ബലത്തോടെ പോകുക.
ബലപ്പെടുക. നമ്മുടെ കർത്താവുണ്ട്, അവൻ നമ്മെ സഹായിക്കും. അവന്റെ വചനത്തിലൂടെ നാം ബലപ്പെടേണ്ടതാണ്. അവന്റെ വാഗ്ദത്തങ്ങൾ നമ്മെ ബലപ്പെടുത്തും. നാം അവനിലേക്ക് നോക്കിയാൽ നാം ബലപ്പെടാനിടയാകും. നാം നമ്മെ തന്നെ നോക്കിയാൽ ബലഹീനരായി പോകും. നാം പിശാചിനെ നോക്കിയാൽ ബലഹീനരായി പോകും. അവന്റെ കൃപയിൽ ബലമുണ്ട്, അവന്റെ വചനത്തിൽ ബലമുണ്ട്, അവന്റെ സന്നിധിയിൽ ബലമുണ്ട്. ഒരു ക്രിസ്ത്യാനി മുഴങ്കാലിൽ ഇരിക്കുകയാണ് എങ്കിൽ അവൻ വലിയ ശക്തിയുള്ളവനാണെന്നാണ്. മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ പിശാചിന് തൊടുവാൻ കഴിയില്ല. നീ പാട്ട് പാടുകയാണെങ്കിൽ അവനും പാട്ട് പാടും. നീ ബൈബിൾ വായിച്ചാൽ അവൻ റെഫറൻസ് വേണേൽ പറഞ്ഞു തരും. എന്നാൽ നീ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചാൽ സാത്താൻ അവിടെ നിന്ന് ഓടിപ്പോകാനിടയാകും. അവൻ ഭയപ്പെട്ടു പോകാനിടയാകും. മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതായ ദാനിയേൽ ദിവസം 3 പ്രാവശ്യം മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുക. ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലിട്ടു. അവിടെ എന്താണ് സംഭവിച്ചത്? സിംഹം അവനെ തിന്നുവോ? സിംഹത്തിന്റെ വായ് അടഞ്ഞു പോകാനിടയായി. ഇന്ന് പിശാച് നിന്നെ പേടിപ്പിക്കുകയാണ്. എന്നാൽ നീ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചാൽ നിന്നെ കണ്ടിട്ട് പിശാച് പേടിച്ച് ഓടിപ്പോകാനിടയാകും. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബലമുണ്ട്. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ ബലമുണ്ട്. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയാൽ അടിമകളായിരുന്നവരെ രക്ഷിച്ചവൻ, മരണത്തെ ജയിച്ചവനാണവൻ, പാതാളത്തെ ജയിച്ചവനാണവൻ. ആ ബലവാനായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ നീ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒന്നിനെയും നിനക്ക് പേടിപ്പാനില്ല. ബലപ്പെടുക. അതിനുശേഷം മിദ്യാനുടെ കയ്യിലുള്ള ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി നിന്നെ അയക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. ഭീരുവായിരിക്കുന്ന ഭയമുള്ളവനോട് പറയുകയാണ്, നിന്നെ തന്നെയാണ് എനിക്ക് വേണ്ടത്, നിന്നെ തന്നെയാണ് ഞാൻ അയക്കാൻ പോകുന്നത്. അപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? എന്റെ കുലം എളിയതാണ്, ഞാൻ ചെറിയവനാണ്, എന്റെ കുടുംബത്തിൽ ഞാൻ ഇളയവനാണ്, ഞാൻ ബലഹീനനാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ പറയുകയാണ്. നമുക്കുള്ളതായിരിക്കുന്നതായ കുറവുകളെല്ലാം നാം നിരത്തുവാൻ ഇടയാകും. എപ്പോൾ ദൈവം നമ്മളോട് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ ബലഹീനതകളെല്ലാം നാം വിളിച്ച് പറയുവാനിടയാകും. തീർച്ചയായും എല്ലാവർക്കും ചില ബലഹീനതകളൊക്കെ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ കുറവ് എന്താണെന്ന് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ചോദിച്ചു മനസ്സിലാക്കുക. നിങ്ങളുടെ കുറവ് എന്താണെന്ന്, നിങ്ങളുടെ ബലഹീനത എന്താണെന്ന് ചോദിക്കൂ. എന്നിട്ട് അത് ഏറ്റുപറഞ്ഞാൽ നിങ്ങളുടെ ബലഹീനതയെ അവൻ ബലമാക്കി മാറ്റും. എന്താണോ നിന്നെ കീഴ്പ്പെടുത്തുന്നത് അതിനെ നിനക്ക് കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കും. നിന്റെ കുറവെന്താണെന്ന് നിനക്ക് മനസ്സിലായാൽ നിനക്ക് ഉടൻ തന്നെ വിടുതൽ ലഭിക്കും. നിന്റെ ബലഹീനത എന്താണെന്ന് പറയുകയാണെങ്കിൽ നിന്റെ ബലഹീനതയെ കർത്താവ് എങ്ങനെ മാറ്റും? ബലമായിട്ട് മാറ്റും. എനിക്ക് ഇത്രമാത്രം കുറവുകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ യഹോവ അവനോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എനിക്ക് പണമില്ല കർത്താവേ, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. എനിക്ക് കഴിവില്ല കർത്താവേ, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. എൻ്റെ ഭർത്താവ് എനിക്ക് സമ്മതം നൽകുന്നില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എൻ്റെ മക്കൾ അനുസരിക്കുന്നില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നിനക്കുള്ള തടസ്സങ്ങളെല്ലാം തന്നെ നീ പറയൂ. നീ എല്ലാം പറയുകയാണെങ്കിൽ അവസാനം കർത്താവ് എന്താണ് പറയുന്നത് അറിയാമോ? ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എനിക്ക് കഴിവില്ല കർത്താവേ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എന്താണ് പറയുന്നത്? ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിനക്ക് ഒന്നുമില്ല എങ്കിലും നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നിനക്ക് ഒരുപാട് ആവശ്യമുണ്ടെങ്കിൽ നീ എന്തിനു പേടിക്കണം? നിനക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടെങ്കിൽ നീ എന്തിനു പേടിക്കണം? നീ ഏത് അവസ്ഥയിലാണെങ്കിലും എനിക്കത് പ്രശ്നമില്ല. ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. നിന്റെ എല്ലാ മൈനസുകൾക്ക് പകരമായി പ്ലസ് ആയിരിക്കുന്ന ഞാൻ ഒരുവൻ മതി. നിനക്ക് എത്രമാത്രം സീറോകളുണ്ട്? പണം 0, ആരോഗ്യം 0, കഴിവ് 0, ആരുടെ സഹായം 0, ഒന്നും ഇല്ല. എന്താണ്? എല്ലാം സീറോകളാണ്. ചിലർ വായ തുറന്നാൽ മതി, അപ്പോൾ തന്നെ തുടങ്ങും. ഒരു വീടില്ല, കുഞ്ഞുങ്ങളില്ലെന്നേ, ഭർത്താവ് സമ്മതിക്കുന്നില്ല, ഭർത്താവിന് മാറ്റമില്ല, കഷ്ടതയാണ്, ബുദ്ധിമുട്ടാണ്, കടമാണ്. ഇതെല്ലാം ഓർമ്മ വരുന്നുണ്ട്. നമുക്കില്ലാത്തതെല്ലാം നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. എന്നാൽ ഇതെല്ലാത്തിനും പകരമായിട്ട് ഒരുവൻ മതി. ഒരു പൂജ്യത്തിൻ്റെ വില എത്രയാണ്? 2 പൂജ്യത്തിന് 3 പൂജ്യം, 4 പൂജ്യം, 5 പൂജ്യം, 1000 പൂജ്യത്തിന് 1000 പൂജ്യം ഇട്ടാൽ അത് 1000 പൂജ്യം തന്നെയാണ്. ആ പൂജ്യത്തിന്റെ ഇപ്പുറത്ത് ഒന്നിട്ടാൽ എത്ര വിലയുണ്ടായി? നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പൂജ്യമുണ്ടെങ്കിലും വലിയവനായ ദൈവമായ ഒന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വിലയേറുകയാണ്. നിങ്ങൾക്ക് കഴിവില്ലാത്തതെല്ലാം ചെയ്യുവാൻ കഴിയും. നിങ്ങളുടെ കുറവുകളെല്ലാം അവൻ നികത്താനിടയാകും.
നിങ്ങളെ ഒരു കുറവുമില്ലാത്തവരാക്കി മാറ്റും. അതാണ് കർത്താവ് നിങ്ങൾക്ക് ചെയ്ത നന്മ. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഒരു വ്യക്തിയെ കൊന്നു കളയുന്നത് പോലെ മിദ്യാനെ ഞാൻ നിന്റെ കൂടെ ഇരുന്ന് ജയം നൽകി തരും. നിങ്ങളെ കഷ്ടസ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന മിദ്യാനെ ഒരു മനുഷ്യനെ തോൽപ്പിക്കുന്ന പോലെ നിന്നിലൂടെ അവരെ തോൽപ്പിക്കാനുള്ള ശക്തി ഞാൻ നൽകുമെന്ന് പറഞ്ഞു. 7 സംവത്സരം കൊണ്ട് ആരുടെ അടിമകളായിട്ടാണ് ജീവിക്കുന്നത്? 30 വർഷമായിട്ട് അവൻ കിടക്കുകയായിരുന്നു. എന്താണ്? 18 വർഷമായി നടക്കുവാൻ കഴിവില്ലാത്തവൻ, 12 വർഷം കൊണ്ട് രക്തസ്രാവമുള്ളവളായവൾ, ഒരുപാട് വൈദ്യന്മാരെ കാണിച്ചിട്ടും കുറഞ്ഞില്ല. കർത്താവിന്റെ വസ്ത്രത്തിൽ തൊട്ട ഒറ്റ നിമിഷത്തിൽ അവളുടെ രോഗം ഭേദമായി, അവളുടെ രക്തസ്രാവം നിന്നുപോയി. എഴുന്നേറ്റ് നടക്കുവാൻ പറഞ്ഞ സമയത്ത് 38 വർഷമായി നടക്കുവാൻ കഴിയാതെ കിടന്നവന് സുഖമായിരിക്കുമെന്നാണോ പറയുന്നത്? അവന് ബെഡ് സോർ വന്നു കഴിഞ്ഞിരുന്നിരിക്കും. എന്നാൽ ഒറ്റ വാക്കുകൊണ്ട് അവൻ എഴുന്നേറ്റ് നടന്നു. 18 വർഷങ്ങളായിട്ട് കൂനിയായി പോയിരുന്ന സ്ത്രീ, അവൾ കൈവച്ച ഉടൻ തന്നെ അവൾ നിവർന്നു നിൽക്കാനിടയായി. എത്രയോ വർഷങ്ങളായിട്ട് നീ പാപങ്ങൾക്ക് അടിമയായി ജീവിക്കുന്നുവോ? അത് മദ്യപാനമാകട്ടെ, സിഗരറ്റ് വലിയാകട്ടെ, ദുശീലം ഏതുമാകട്ടെ, നിന്റെ ശരീരത്തിലുള്ള രോഗമാകട്ടെ, നിനക്കുള്ള ബലഹീനതയാകട്ടെ, ഒരു തവണ കർത്താവ് തൊട്ടാൽ മതി. ഒറ്റ തവണ നീ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചാൽ മാത്രം മതി. അവൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കുന്ന നിമിഷത്തിൽ നിന്റെ ബലഹീനതയെല്ലാം ബലമായി മാറും. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നീ മിദ്യാനെ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് അവൻ കൽപ്പിച്ചു. അങ്ങനെ തന്നെ ഗിദെയോൻ മിദ്യാനെ സംഹരിക്കുവാനിടയായി, തോൽപ്പിച്ചു. ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ നാം ആരെ അനുസരിക്കണം? നാം വില കൊടുത്ത് വാങ്ങപ്പെട്ടവരായിരിക്കാൽ നാം ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് നാം എപ്പോഴും ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. മനുഷ്യർക്ക് ദാസന്മാർ നാം ആകരുത്. മനുഷ്യന്റെ കാല് പിടിച്ചുകൊണ്ട് എത്ര കാലം നമുക്ക് ജീവിക്കാൻ കഴിയും? മനുഷ്യരിൽ ആശ്രയിച്ചുകൊണ്ട് എത്ര കാലം നമുക്ക് ജീവിക്കാൻ കഴിയും? മനുഷ്യരിൽ വിശ്വസിച്ച് ആശ്രയിച്ചു പോയാൽ നിനക്ക് എത്ര കാലം മുൻപോട്ട് പോകുവാൻ കഴിയും? യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു കുറവും ഉണ്ടാകില്ല. ഇന്നു മുതൽ തന്നെ നിങ്ങൾ ശീലിക്കൂ. നിങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ ഉടൻ തന്നെ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം സൂക്ഷിക്കാമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഇനിയും നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ നീ അയക്കരുതേ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ 2 കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരു തവണ കൂടെ നിന്റെ മക്കളെ നോക്കണമേ. ഏത് കഷ്ടതയിലാണെന്ന് നോക്കണമേ. പിശാചിന്റെ കയ്യിൽ അവർ അകപ്പെട്ടുപോയി. പിശാചിന്റെ കയ്യിൽ അകപ്പെട്ടുപോയ ആളുകളെ, കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ ആ കാലത്ത് നീ വിടുവിച്ചെടുത്തതുപോലെ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും വിടുതൽ നൽകുമാറാകണമേ. ദൈവമേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി. ദൈവമേ, ഏത് പ്രശ്നമാണെങ്കിലും പരിഹരിക്കുവാൻ കഴിയും. ഏത് രോഗമാണെങ്കിലും സൗഖ്യമാക്കുവാൻ കഴിയും. ഏത് ആവശ്യമാണെങ്കിലും അത് നിറവേറ്റപ്പെടും. ഏത് കുറവാണെങ്കിലും അത് നികത്തപ്പെടും. അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കുമാറാകണമേ. മനുഷ്യനെ വിശ്വസിച്ച് ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോയി. സമൂഹത്തെ വിശ്വസിച്ച് ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോയി. ലോകക്കാരെ വിശ്വസിച്ച് ഞങ്ങൾക്ക് നഷ്ടമുണ്ടായി. നീ മാത്രമാണ് ഞങ്ങളുടെ ദൈവം. നീയാണ് ഞങ്ങളുടെ രക്ഷകൻ, സർവാധികാരിയായ ദൈവം. എനിക്ക് അസാധ്യമായതൊന്നുമില്ലെന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങൾക്ക് നീ സഹായം ചെയ്യുമാറാകണമേ. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട് എന്നുള്ള ധൈര്യത്താൽ എന്നെ അവൻ ബലപ്പെടുത്തുമെന്ന് ഉള്ളതായി വിശ്വാസത്തോടുകൂടി ഇവിടെ നിന്ന് പോകുന്നതിന് വേണ്ടി ജയജീവിതം ഞങ്ങൾക്ക് നയിക്കുവാൻ വേണ്ടി എല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ് പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെ മേൽ ഇപ്പോഴും എന്നേക്കും കൂടെയിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും
നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ